ഒരു കഥ ചൊല്ലട്ടുമ്മ. കൂട്ടുകാരെന്താണ് വിശേഷം? എവിടം വരായി നിങ്ങളുടെ ഓണാഘോഷമൊക്കെ? എല്ലാരും തകർക്കാണല്ലേ? പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നമ്മളെ മാവേലിനെ പറ്റിയാണ്. സത്യത്തിൽ ഈ മാവേലി ആരെന്ന് അറിയാ? കണ്ണൂരിന്റെ ഭരണാധികാരി മുഹമ്മദ് അലി റളിയല്ലാഹു അൻഹു വന്നുപെട്ടു. ഈ മുഹമ്മദ് അലിയാണ് മാവേലിയായി തീർന്നത്. മായുംകുട്ടി വി എന്നാണ് അവന്റെ ശരിയായ പേര്. സത്യം പറഞ്ഞ അത് ചുരുക്കി മാവേലി എന്ന് വിളിച്ചത് ഞാനാ. അതെല്ലേ? എന്നാലും എന്തായിരിക്കും ഉസ്താദേ അവര് ഈ പേരൊക്കെ മാറ്റി വിളിക്കണേ? അവർക്ക് മുഹമ്മദ് അലി എന്നൊന്നും പറയാൻ കിട്ടൂല. അവരും മോമാലി എന്ന് വിളിച്ചു, ചിലര് മാമോലി എന്ന് വിളിച്ചു. ആ മുഹമ്മദ് അലി മാമോലി മാവേലി മാവേലിയായി തീർന്നു. അങ്ങനെയാണ് മാവേലി ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണല്ലേ മാവേലി ഉണ്ടായത്. വല്ലാത്യാതി കഴിഞ്ഞില്ല. മാവേലിനെ പറ്റി പുതിയ വെളിപ്പെടുത്തലായിട്ട് ഒരാൾ കൂടി എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഫാദർ. പറഞ്ഞോ, ആരാണ് മാവേലി? യഥാർത്ഥ മാവേലി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഈശോ തന്നെയാണ്. കാരണം മാവേലി എന്ന പദത്തിന്റെ അർത്ഥം വേലിയില്ലാത്തവൻ എന്നാണ്. വേലില്ലാത്തവൻ മാവേലി ലേ? കൊള്ള. ഇതൊക്കെ കേട്ട് മാവേലിയുടെ അവസ്ഥ ഉണ്ടാ നിങ്ങള്? ഇതാണോ ഞാൻ കണ്ട കേരളം? സമാധാനായ ഇപ്പൊ എല്ലാവർക്കും മാവേലിനെ കരയിപ്പിച്ചപ്പോ ഇനി ഓണത്തിന് മൂപ്പര് വരുന്നില്ലെന്ന കേട്ടെ. പകരം ആ പരം വരുന്നുണ്ടെന്ന്. ആ പരനാരാണെന്ന് അറിയോ? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. സന്തോഷായില്ല എല്ലാവർക്കും? ഇനി എല്ലാവരും മിച്ചനുഭവിക്കുക. വല്ലാത്ത ഹാപ്പി ഓണം.